ഏതായാലും നമ്മുടെ വയനാട്ടിലെ ഈ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ വീടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഒരു 51 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീടുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കുകയാണ്. ഈ പിണറായി വിജയനും കെ രാജനും ഈ വസീഫും ഒക്കെ ദയവായി അവിടെ വരെ പോകണം. ചെന്നിട്ട് മുസ്ലിം ലീഗ് പണിഞ്ഞിരിക്കുന്ന ആ വീട് ഒന്ന് കാണാം. മമ്മൂട്ടിയെ കൂടെ വിളിച്ചു, എന്നിട്ട് ആ മുസ്ലിം ലീഗ് പണിതിരിക്കുന്ന ആ വീട് നിങ്ങളൊന്ന് കാണണം. 1060 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 ബെഡ്റൂം ഉള്ള വീടാണ്. 3 ബെഡ്റൂം, ബാത്റൂം. ആ വീടുകൾ കണ്ടാൽ തന്നെ എന്തൊരു ഐശ്വര്യം. അതിന് നിറയെ ഫർണിച്ചറുകൾ, നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറാണ് ഇട്ടേക്കുന്നത്. അതെ, അത്ര 51 വീടാ അല്ലേ? 51 വീട്. അത്രയും വീടുകളാണ് അവർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാർ കൈയിട്ട് വാരി പൈസ കിട്ടിയില്ല, അവർ ഫണ്ട് വെട്ടിച്ചു എന്നൊക്കെ പറയുന്ന CPM, അവർ നേതൃത്വം നൽകുന്ന സർക്കാർ ഇത് കാണണം. നിങ്ങൾ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ഇത്രയും കോടികൾ കൈവശം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു കാര്യം, അത് നിങ്ങൾ മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കുക. അവർ നിങ്ങളെപ്പോലെ ആപ്പ വീടല്ല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, ചോരുന്ന വീടല്ല. കാരണം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വിരിച്ചിട്ടുമല്ല, അല്ലേ? ലീഗിന്റെ സ്വന്തമായിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെപ്പോലെ തട്ടിപ്പ് നടത്തിയിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയെ കൊണ്ട് നിങ്ങൾ പണിയിച്ച വീടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട. കാരണം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ വീണ ജോർജിൻ്റെ പെടലി പിടിച്ച് തിരിച്ചു, കൈ പിടിച്ചൊടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ തന്നെയായിരുന്നു ഈ നൗഫലിൻ്റെ വീട്ടിലെ വിള്ളൽ. അത് സധൈര്യം മുന്നോട്ട് കാണിക്കാൻ ഒരു നൗഫൽ വന്നു. ഇതുപോലെ 1000 നൗഫൽമാർ ഇനിയും പിന്നാലെ വരും. ആ നൗഫലിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. സൈബർ ഗുണ്ടകളെല്ലാം കൂടെ അയാളെ നിരന്തരമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത്, അയാളെ സഹോദരൻ ഒരു കളത്തി ഇറക്കിയത് അവസാനം. വീടിൻ്റെ മേൽക്കൂരയിൽ വിള്ളലുണ്ടെന്നും ആ വിള്ളലിലൂടെ വെള്ളം ഈർപ്പം കിനിഞ്ഞിറങ്ങുന്നുവെന്നും നൗഫൽ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഊരാളുങ്കലിലെ എഞ്ചിനീയർമാർ വന്ന് നോക്കി, അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അവർ വിള്ളലുള്ള ഭാഗം തിരിച്ചറിയാൻ മുകളിലത്തേന് സമാനമായി അടിയിൽ അവർ മാർക്ക് ചെയ്ത് വിട്ടു. അപ്പോൾ ചാനൽ ക്യാമറകൾ വന്നെടുത്തപ്പോൾ വിള്ളലുള്ള ഭാഗമൊന്നും പറഞ്ഞ് അകത്തു നിന്ന് കാണിച്ചപ്പോൾ ഈ മാർക്കിംഗ് ഉള്ള ഭാഗം കാണിക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ അവർ കെട്ടിടത്തിന് മുകളിലത്തെ ഭാഗവും കാണിച്ചു. അതിങ്ങനെ പ്രത്യേക ഒരു ബ്ലോക്ക് പോലെ ഉണ്ടാക്കി വിള്ളലുള്ള ഭാഗം അവർ റെഡിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടു. എന്നിട്ട് എന്തായിരുന്നു ഇവിടെ പോകില്ല? മന്ത്രിയെ നേരിട്ട് ചുരണ്ടിറങ്ങിയില്ല, മുകളിൽ കയറിയിട്ട് അത് നടക്കാൻ പോലും വയ്യാത്ത മന്ത്രിയെ പൊക്കി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി അദ്ദേഹം അവിടെ പോയി കിടന്ന് ചുരണ്ടിയിട്ട് വലിയ പ്രഹസനം. ഇത് മാർക്കറാണ് അല്ലെന്ന് ആര് പറഞ്ഞു? വിദഗ്ധന്മാർ വന്ന് മാർക്ക് ചെയ്ത സാധനമാണത്. അത് അതിന്റെ തകരാറ് പരിഹരിക്കാൻ വേണ്ടി എഞ്ചിനീയർമാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അതല്ലാതെ മാപ്രകൾ വരച്ച മാർക്കുകളല്ല അത്. അപ്പോൾ എന്താണ് അങ്ങനെ അതിൻ്റെ അപ്പോൾ മേളിൽ കയറിയപ്പോൾ എന്താ, മേളി വശത്ത് പൊട്ടലുണ്ട്. ഒരു കുഞ്ഞു മഴയിൽ പോലും സുരക്ഷിതമല്ലാത്ത പോലെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നു. മഴക്കാലം വരാൻ പോവുകയാണ്. അവസ്ഥ ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പെയ്ത പോലെ കനത്ത മഴ പെയ്താൽ ഈ മേൽക്കൂര ഈ പാവങ്ങളുടെ തലയിലിരിക്കും. അതിന്റെ ബീമിനോട് ചേർന്നാണ് ഈ വിള്ളൽ രൂപം കൊണ്ടത്. ഈ ബീം സഹിതം അടർന്നു വീണ് ഇത് ഒരു പ്രകൃതി ദുരന്തം കൊണ്ട് കുറേ പേര് മരിച്ചു, മനുഷ്യനിർമ്മിത ദുരന്തം കൊണ്ട് കുറേ പേര് മരിക്കുന്ന രീതിയിലാണ് ആ വീടുകൾ നിർമ്മിച്ച് വെച്ചത്. എന്നാൽ മുസ്ലിം ലീഗിനെ നമ്മൾ ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് തന്നെയുണ്ട്. കാരണം എല്ലാ ഇത്തരം ഘട്ടങ്ങളിൽ സംഭവിക്കുമ്പോഴേക്കും അവർ വളരെ ആത്മാർത്ഥമായി തന്നെ അക്കാര്യത്തിൽ ഇടപെടുകയും കൃത്യമായി തങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യും. അത് UDF-ലെ കോൺഗ്രസ്സുകാരും കണ്ടുപിടിക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും വീട് വെച്ച് കൊടുത്തിട്ടില്ല. കോൺഗ്രസ്സുകാരെ നമുക്കറിയാമല്ലോ. കോൺഗ്രസ്സുകാർക്ക് KPCC രൂപീകരിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു മന്ദിരം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചായിരുന്നു. അതെ, അത് കെ മുരളീധരൻ വേണ്ടി വന്നു. അതായത് ജില്ലാ ആസ്ഥാനങ്ങളിൽ DCC-കൾക്ക് മന്ദിരം ഉണ്ടാകാൻ KPCC പ്രസിഡന്റായി കെ മുരളീധരൻ വന്നപ്പോഴാണ് രാജീവ് ഭവനുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കോൺഗ്രസ് പോലൊരു വലിയ പാർട്ടി, ഇന്ത്യ ഇത്രയും വർഷം ഭരിച്ച പാർട്ടി, കേരളത്തിൽ ഇത്രയും കാലം ഭരിച്ച പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു ഇരിപ്പിടം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് അതാത് ജില്ലകളിൽ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ജില്ലയിലൊക്കെ ഈ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്കൊക്കെ അവിടെ ഈ DCC മന്ദിരം വരുന്നത്. അല്ലാതെ മിക്കയിടത്തും വാടക കെട്ടിടങ്ങളാണ്. തലസ്ഥാനത്ത് പോലൊരു പഴയ കെട്ടിടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പിന്നീട് അത് നവീകരിക്കാനും ഒക്കെ ചെയ്ത് അദ്ദേഹമാണ്. അപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിക്കില്ല. അവരെ അത് സാധിക്കാതെ അവരൊരു മൂച്ചിനെടുത്ത് ചാടിയതാണ് വയനാട്ടിൽ ഞങ്ങൾ വീട് വെച്ചു. ഓക്കെ, ദുരന്തബാധിതർക്ക് 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ അവസാനം. അതെ, അപ്പൊ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഞങ്ങൾ ഇപ്പൊ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു വീട് പോലും അവരെ കൊണ്ട് വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് അതിൻ്റെ മാനേജ്മെന്റ് സ്കില്ലില്ല. മാനേജ്മെന്റ് സ്കില്ലുള്ള ആൾക്കാരെ അവർ
പിന്നെ ഇതോട്ട് ഉപയോഗിക്കത്തില്ല. ഒരിക്കലും അവനെ ഓടിച്ചു വിടാൻ പറയും. അതേസമയം CPM-നാണ് പിരിക്കാനും മുക്കാനും കക്കാനും എല്ലാം നല്ല മാനേജ്മെന്റ് സ്കില്ലാണ്. അവരെ അത് ആരും പഠിപ്പിക്കേണ്ട. ഒരു ബക്കറ്റ് കൊണ്ട് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ബക്കറ്റിലെ വെള്ളം എന്ന് പറഞ്ഞ് പിണറായി പറഞ്ഞതുപോലെ ബക്കറ്റിലെ പണമാണ് പ്രധാനം. അപ്പോൾ അതെ, ഒരു ബക്കറ്റ് മാത്രമേ അവർ പുറത്ത് കാണിക്കൂ. അവരുടെ ഒരു റൗണ്ട് പിരിവ് കഴിയുമ്പം 1 കോടി രൂപ അവരുടെ ബക്കറ്റിൽ കിടക്കും. എങ്ങനെ 1 കോടി രൂപ ബക്കറ്റ് വരുമെന്ന് നമുക്കറിയില്ല. എന്നിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞു വിഹിതം എടുത്ത് ഒരു അഭിമന്യുവിൻ്റെ വീട് തന്നെ ഉദാഹരണം, അഭിമന്യുവിന് വേണ്ടി പിരിച്ചത് എത്ര കോടികളാണ്. എന്നിട്ട് ആകെപ്പാടെ ഒരു കുഞ്ഞു വീട് വെച്ച് കൊടുത്തിട്ട് ബാക്കി കഷ്ടപ്പെട്ട പാർട്ടിക്കാർക്ക് കൊടുത്തു. ആ രക്തസാക്ഷിയുടെ പേര് പിരിച്ച് ഇത് തന്നെയാണ് നമ്മുടെ തിരുവല്ലയിലും പെരിങ്ങരയിലും ഇതൊക്കെ സംഭവിച്ചത്. എല്ലായിടത്തും രക്തസാക്ഷികളുടെ സന്ദീപ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഇതുപോലെ കഞ്ചാവ് മാഫിയ കുത്തിക്കൊല്ലുന്നു. അത് ആദ്യം ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കാൻ ശ്രമിക്കുന്നു. അത് പിണറായി വിജയൻ തന്നെ തള്ളിപ്പറയുന്നു. അങ്ങനെ അവസാനം പിരിവെടുക്കുന്നു. അതിൽ കുറച്ച് പൈസയ്ക്ക് അവർക്ക് വീട് വെച്ചു, ബാക്കി പാർട്ടി ഫണ്ടിലിടും. അത് പിന്നീട് വരുന്ന കാലത്തേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് വിടുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമാണ്. അവർ നാട്ടുകാരുടെ അടുത്ത് ഇറങ്ങി പിരിച്ചായിട്ട് നമ്മൾ അതെല്ലാം കേട്ടിട്ടില്ല. ഒരുപക്ഷെ അവരെ ഫണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് വിദേശ മലയാളികളായിരിക്കും ചിലപ്പോൾ. ഒരുപക്ഷെ അവിടേക്ക് ഗൾഫിലൊക്കെ വളരെ ശക്തമായ സ്വാധീനം മുസ്ലിം ലീഗിനുണ്ട്. അവിടെയൊക്കെ അവർ പോഷക സംഘടനകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ എല്ലാവരും സഹായിച്ചാണുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ ഭംഗിയായി തങ്ങൾ ഏറ്റെടുത്ത ദൗത്യം വളരെ മനോഹരമായി സമയബന്ധിതമായി തീർത്തു കൊടുത്തു എന്നുള്ളത് മുസ്ലിം നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അല്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഇലക്ഷന് മുമ്പും ഒന്നും ഇതിന് നിന്നിട്ടില്ല. ഇല്ല, അവർ ഇലക്ഷന് മുമ്പ് ഇങ്ങനൊരു പ്രഹസനത്തിൽ നിന്നിട്ടില്ല. അവരൊരു പിന്നെ എന്താ പറയുക, ഇത് അതിന്മേലൊരു മുതലെടുപ്പ് നടത്താൻ നിന്നിട്ടില്ല. ഇന്ന് പോലും അവർ വളരെ ലളിതമായ ചടങ്ങിലാണ്. അതുകൊണ്ട് സന്ദർശകരാരും വരരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളെ പോലും അവർ വരുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. കാരണം ഈ പാവങ്ങളുടെ ഐഡന്റിറ്റി പുറത്ത് വരരുത് എന്നാണ് അവർ പറയുന്നത്. അതൊരു മഹത്തായ കാര്യമാണ്. കാരണം ഈ എല്ലാവരും മറ്റേ ഈ വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട് കിട്ടിയവനെ വിളിച്ച് വെളിയിൽ നിർത്തുന്നതാണ് സ്ഥിരം പരിപാടി അവരുടെയൊക്കെ. പക്ഷെ അതുപോലും അങ്ങനെ ഉള്ള ആ വ്യക്തികളെ പോലും കാണിക്കരുത്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം. അതേസമയം ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ഈ മാർച്ചിൽ എന്തുവാണ് നടന്നത്? ഈ മാർച്ചിലല്ല, ഫെബ്രുവരിയിലായിരുന്നു. അതായത് പണി തീരാത്ത കുറേ വീടുകൾ, കുറേ പേരെ വിളിച്ചു നിർത്തുന്നു, ഭയങ്കര മാമാങ്കം, പിന്നെ കോടികളുടെ പരസ്യം, പാല് കാച്ചുന്നു, പത്രങ്ങളിൽ കോടികളുടെ പരസ്യം, ചാനലുകളിൽ ചടങ്ങിന്റെ റിവ്യൂ, അവിടെ പിണറായി വിജയന്റെ ഘോരമുള്ള അദ്ദേഹം പരമകാരുണികനായ പിണറായി വിജയനെ കുറിച്ച് പിണറായി വിജയൻ തന്നെ പുകഴ്ത്തുന്നു, കൂവി വിളിക്കുന്നു. എന്നിട്ട് ഇവർ കൊടുത്തത് എന്താ? കുറെ പട്ടയം. അതായത് ഈ വീട് നിൽക്കുന്ന ഭൂമിയുടെ പട്ടയമാണ് കൊടുത്തത്. വീടിന്റെ താക്കോലൊന്നും കൊടുത്തിട്ടില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾ വീട് തീർന്നിട്ട്, പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ വീട് കൊടുത്തു, 178 വീടുകൾ കൊടുത്തു, ഇതിനകത്ത് ആകെ 40 എണ്ണമാണ് തീർന്നതെന്ന് പറയുന്നത്. ആ തീർന്നതിൽ പോലും ആൾക്കാർക്ക് ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. താക്കോൽ കൊടുത്തിട്ട് 2 മാസമാകുന്നു. താക്കോലല്ല, പട്ടയം കൊടുത്തിട്ട് 2 മാസമാകുന്നു. വീടിൻ്റെ ഉടമസ്ഥാവകാശം ലോട്ടിട്ട് കൊടുത്തിരിക്കുന്നു, 2 മാസമാകുന്നു. ഇതുവരെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഈ നൗഫലിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അയാളൊക്കെ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അയാൾക്കൊന്നും ഈ വീട്ടിലേക്ക് മാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വന്ന് നോക്കുമ്പോഴാണ് ഈ വിള്ളലും ഈ ഇതുമൊക്കെ കാണുന്നത്. ഇവർക്ക് കൊടുക്കാന്നുള്ള മാസ ചെലവിനുള്ള പൈസ പോലും സമയത്തിനും കാലത്തിനും അവർ കൊടുത്തിട്ടില്ല, പലപ്പോഴും ഒന്നുമില്ല. എന്നാൽ തള്ളിന് യാതൊരു കുറവില്ല. ആ ഒരു വീട് കൊടുത്തതിൻ്റെ പേരിൽ ഇവരുടെ വീട് കൊടുത്ത ആ പരിപാടി ചീറ്റിപ്പോയി എന്നുള്ളത് 100% സത്യമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി അതിനെ പ്രതിരോധിക്കാൻ, അതായത് ഇവർ കാണിച്ചു കൂട്ടിയ ഈ കള്ളത്തരം നാട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടി ഇവർ വലിയ ക്യാമ്പയിൻ അയച്ചു. ഓർക്കുന്നോ? അതെ. അതായത് കോൺഗ്രസ്സുകാർ കണ്ടുപിരിച്ചു മുക്കി. അത് വിപുലമായ തോതിൽ അവർ സോഷ്യൽ മീഡിയ വഴി ഗംഭീരമായിട്ട് അവർ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ കോൺഗ്രസ്സുകാർ മണ്ടന്മാർ ഇതിനെതിരെ ഒരു വാക്ക് സംസാരിച്ചു. അതിന് രാഹുൽ മാങ്കൂട്ടം വേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടം വേണ്ടി വന്നു. അപ്പോൾ ഫണ്ട് പിരിച്ചത് ആപ്പ് മുഖേനയാണ്. ഈ ആപ്പ് നേരെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം വന്ന് രാഹുൽ മാങ്കൂട്ടം പറയുമ്പോഴാണ് അറിയുന്നത്. അല്ല, നമ്മുടെ പല നേതാക്കന്മാരെയും പ്രശ്നം അവർക്ക് തന്നെ സാങ്കേതിക വശമൊന്നും പറയാൻ പോലും അറിഞ്ഞു. അവർ പറയാതിരിക്കുകയായിരിക്കും ഭേദം. പിന്നെ കാരണം ഇതിന്റെ കണക്ക് തന്നെ മാറിപ്പോയി. KPC പ്രസിഡന്റ് പറഞ്ഞ കണക്ക് പോലും കൃത്യമായ കണക്കായിരുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സത്യം പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് കിട്ടിയ പൈസയ്ക്ക് ഞങ്ങൾ ഭൂമി മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട് വെക്കാൻ പൈസ ഇല്ല. അത് തന്നെയാണ് അവർക്ക് പ്രശ്നം. സർക്കാരിന് ഭൂമി മേടിക്കേണ്ട പ്രശ്നമില്ല. സർക്കാർ തോട്ടഭൂമി ഏറ്റെടുക്കുമായിരുന്നു. മുസ്ലിം ലീഗിനും ഭൂമി മേടിച്ചില്ലെന്ന് തോന്നുന്നു. മുസ്ലിം ലീഗ് ഭൂമി മേടിച്ചിട്ടുണ്ടോ? സംശയമാണത്. അത് എന്തായാലും ഇത്രയും 6 കോടി രൂപ 6.5 കോടി രൂപ എങ്ങാണ്ട് KPCC പിരിച്ചെടുത്തു. അത് കൊടുത്ത് ഭൂമിയും മേടിച്ചു. ഇനി അവരുടെ കയ്യിൽ ഒന്നുമില്ല. ആ ഭൂമി അവിടെ കിടക്കും. അത്രയേ ഉള്ളൂ. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് അങ്ങ് അവിടെ വീടൊന്നും വയ്ക്കാൻ പോകുന്നില്ല. ഇതിനി ഇവർ ഭരണത്തിൽ എറിയാലും അവരവിടെ വീട് വയ്ക്കാൻ ഒരിക്കലുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, മുസ്ലിം ലീഗുകാർ പണിത് കൊടുത്ത നല്ല സുന്ദരമായ വീടുകളിൽ താമസിക്കുമ്പോൾ ഇതേ ദുരന്ത ഭൂമിയിൽ
സർക്കാരിന്റെ ചോരുന്ന വീടുകളിൽ കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ മനുഷ്യൻ്റെ. ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അവര് തലയ്ക്ക് കൈവച്ച് പ്രാകും പിണറായി വിജയനെ. അത്രേ ഉള്ളൂ. ചോദിച്ചാൽ വീട് കൊടുത്തു, ഞങ്ങൾ നിങ്ങൾക്കെല്ലാം ഗംഭീര വീട് തന്നിട്ടുണ്ട്. പക്ഷേ വീട് ചോരുന്ന വീട്ടിൽ ആർക്കടക്കാൻ ഈ പറ്റും? എന്ത് ധൈര്യത്തിൽ 51 അവിടെ താമസിക്കാൻ പറ്റുമവർക്ക്? ഈ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി 51 വീടുകളിൽ താമസിക്കുന്നവർ തങ്ങളെയും അവരെയൊക്കെ ദൈവതുല്യരായിട്ട് കാണുമ്പോൾ അതെ. ഈ ചോരുന്ന വീടുകളിൽ കാണുന്ന പിണറായിയുടെ സന്തതി പരമ്പരകൾക്ക് ഗുണം പിടിക്കുകയല്ല എന്ന് ശപിക്കുകയായിരിക്കും. പ്രാകും. പിന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു മനുഷ്യനെ ഇവർ കൊല്ലാക്കൊല ചെയ്തു, ഇവരുടെ സൈബർ ടീം സഹിതം. അയാൾക്ക് ഒരു രാഷ്ട്രീയമില്ല, അയാൾ നിവർത്തിയോട് പറഞ്ഞതാണ് ഇവിടെ ചോരുന്നു എന്നൊന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവസാനം അയാൾക്ക് എന്തിനാണ് വീട് കൊടുത്തതെന്ന് പോലും ഒരു ചോദ്യം വന്നു. ഞങ്ങളെ കണ്ട് ദാനം കൊടുത്തതാണ്, ഇവന് കൊടുത്തതല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. അയാൾക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല, അയാളുടെ ബന്ധുക്കൾ ആരണ്ടൊക്കെ മരിച്ചു, ഇയാളുടെ വീട്ടിലാരും മരിച്ചിട്ടില്ല. ഇയാൾക്കൊക്കെ എന്തിനാണ് വീട് കൊടുത്ത്? ഇയാൾ വേറെ ആളുടെ പേര് പറഞ്ഞ് വീട് അടിച്ചു മാറ്റി. എന്തൊക്കെ സ്വാഭാവികം. അവർ പിന്നെ ഈ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പ്രചരണം നടത്തും. എന്തായാലും നിങ്ങൾ പിണറായി വിജയനും സംഘവും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വയനാട്ടിലേക്കൊരു വിനോദയാത്രയെങ്കിലും നടത്തണം. നടത്തിയിട്ട് നിങ്ങൾ ഇവർ വെച്ച വീടുകൾ കണ്ടെത്തണം. ഇല്ലേ നിങ്ങൾക്ക് നേരിട്ട് പോകാൻ ഉളുപ്പും നാണവും മടിയും ഒക്കെ ആണെന്ന് അറിയാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ആ വീടുകളുടെ എല്ലാ കണക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം അതിന്റെ ഉത്ഭാഗമൊക്കെ നോക്കി കാണുക. എന്നിട്ട് നിങ്ങളുടെ സൈബർ സംഘത്തിൻ്റെ കൊടുത്ത് ഒന്നുകിൽ മുസ്ലിം ലീഗുകാരെ നാണം കെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തോൽവി സംഭവിച്ച് നിങ്ങൾ സ്വയം നാണം കെട്ട് നിങ്ങൾ നടത്തിയ കള്ളത്തരങ്ങൾ ഏറ്റുപറഞ്ഞ് ജനത്തോട് മാപ്പ് പറയും.